ഹലോ ചങ്ങായിമാരെ, നമ്മളിന്ന് പുതിയൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ടെറസിൽ ഷീറ്റ് ഇടുകയാണ്. അവിടെ റൂഫ് ചെയ്യുമ്പം മുകളിലോട്ട് കയറാനുള്ള ഒരു ഡോർ ഉൾപ്പെടെയാണ് ചെയ്യുന്നത്. സ്റ്റെയർ കേസും ഡോറും ഉൾപ്പെടെ റൂഫ് ചെയ്യുന്നിടത്ത് നമ്മൾ ഡോറ് സ്ലൈഡ് ചെയ്യുന്ന രീതിയിൽ ഷീറ്റ് ചെയ്യാനാണ് പ്ലാൻ. ചെറിയ ഏരിയയിൽ നമ്മൾ അധികം സ്പേസ് നഷ്ടപ്പെടുത്താതെ തന്നെ ഒരു സ്ലൈഡിങ് ഡോർ അടക്കം സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കിത് നോക്കാം. പാർട്ടിയുടെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ കുട്ടികൾക്ക് പോലും ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുന്ന പറ്റുന്ന രീതിയിൽ ചെയ്തു കൊടുക്കണം എന്നായിരുന്നു. അപ്പോൾ ആ രീതിയിൽ നമ്മളിന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ പതിവ് പോലെ പൈപ്പൊക്കെ സെറ്റാക്കി പെയിൻ്റൊക്കെ അടിച്ച് റെഡിയാക്കി വെച്ചു. ആദ്യം ചെയ്യുന്നതാണ് പൈപ്പ് പെയിൻ്റ് അടിക്കലാണ് ആദ്യം ചെയ്യുന്നത്. നമ്മൾ അവിടെ ഓപ്പൺ ടെറസിൽ ചെറിയ പാരപ്പറ്റുണ്ട്. പാരപ്പറ്റിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ തൂണൊക്കെ ചെയ്യുന്നത്. കാരണം ഭാവിയിൽ സൈഡ് മറക്കേണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ മേലെ നിന്ന് ചെയ്താലേ അത് ശരിയാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ താഴെ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ടാമത് ഈ പണിക്ക് വേണ്ടിയിട്ട് വീണ്ടും പൈപ്പ് എക്സ്ട്രാ അടിക്കേണ്ടി വരും. അപ്പം ആ ഒരു ഇതും കൂടി കണ്ടിട്ട് നമ്മൾ ആദ്യം തന്നെ പൈപ്പ് പാരപ്പറ്റിൻ്റെ മേലെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. തൂണൊക്കെ വെച്ച് ഉത്തരമൊക്കെ വെച്ച് നമ്മൾ ആദ്യം ഷീറ്റ് ഇടുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. ഷീറ്റ് ഇടുന്ന പണിയാണ് ആദ്യം ചെയ്യേണ്ടത്. അത് ചെയ്ത് അതിൻ്റെ ഫ്രെയിമൊക്കെ അടിച്ച് കഴിഞ്ഞു. അതിൻ്റെ ഫ്രെയിമൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റെയർ കേസിൻ്റെ ചെയ്യേണ്ട ഭാഗം റെഡി ആയിട്ടുണ്ട്. അപ്പം സ്റ്റെയറാണ് പിന്നീട് അടിക്കേണ്ടത്. സ്റ്റെയർ അടിച്ച് അതിന് പറ്റുന്ന രീതിയിൽ സ്റ്റെയർ അടിക്കുകയാണ് ചെയ്യുന്നത്. ചെറിയൊരു ഓപ്പൺ ടെറസാണ്. അതിനോട് നമ്മൾ പരമാവധി ചെരുവൊക്കെ കുറച്ചിട്ടാണ് സ്റ്റെയർ അടിച്ചിരിക്കുന്നത്. ചെരുവ് കൂട്ടിക്കഴിഞ്ഞാൽ അതിനുള്ള സ്ഥലം അവിടെ ഇല്ല. പിന്നെ വീതി നമ്മൾ 2 അടി കൊടുത്തിട്ടുണ്ട്. 2 അടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്കിവിടെ ഒരു യൂസ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവില്ല. ലാൻഡിങ്ങൊക്കെ കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ ചെരുവ് നല്ല അടിപൊളിയായിട്ട് ചെയ്യാമായിരുന്നു. പക്ഷേ ലാൻഡിങ്ങൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്പേസ് മൊത്തം നഷ്ടപ്പെടും. പിന്നെ അതുകൊണ്ട് അവർക്കൊരു ഉപകാരം ഇല്ലാതാവും. അതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്ലൈഡിങ് ഡോറ് ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. സ്ലൈഡിങ് ഡോറ് സെറ്റാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീറ്റിന് മുകളിൽ ബെയറിംഗ് വീലൊക്കെ വെച്ചിട്ടാണ് പൈപ്പൊക്കെ വെച്ച് ബെയറിംഗ് വീലിലാണ് സെറ്റാക്കുന്നത്. അതുകൊണ്ട് ചെറിയ കുട്ടികൾക്ക് പോലും ഫ്രീ ആയിട്ട് തള്ളാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനോട് നമ്മൾ റൂഫിങ്ങിൻ്റെ അടിവശത്തും വേണി സെറ്റാക്കിയിട്ടുണ്ട്, മേലെയും സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ രണ്ടിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പുണ്ട്. അവിടെയാണ് റൂഫിങ് തള്ളുന്ന രീതിയിൽ സെറ്റാക്കിയിരിക്കുന്നത്, സൈഡ് ചെയ്യുന്ന പോലെ. വയറിങ് വീൽ വെച്ചിട്ട് ഡോർ സെറ്റാക്കിയതുകൊണ്ട് അത് സിമ്പിളായിട്ട് തള്ളുന്ന വിഷയം ശ്രദ്ധിച്ചറിയാം. ഒരു വിരൽ കൊണ്ട് പോലും തള്ളാൻ പറ്റുന്ന രീതിയിലാണ് ഞങ്ങൾ സെറ്റാക്കുന്നത്. അത്രയ്ക്കും ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിനുവേണ്ടി നമ്മൾ റൂഫിൻ്റെ 4 സൈഡിലോട്ടും അത്യാവശ്യം നല്ലോണം കവറേജ് ചെയ്തിട്ടുണ്ട്, ലീക്കൊന്നും ആകില്ല. ലീക്കാകാതിരിക്കാൻ വേണ്ടിയിട്ട് 4 സൈഡിലോട്ടും എക്സ്ട്രാ തള്ളിട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വർക്ക് ഇഷ്ടമായെങ്കിൽ ഇതുപോലെയുള്ള വർക്കുകൾക്ക് വേണ്ടി ഞങ്ങളെ വിളിക്കുക. നമ്മൾ കണ്ണൂർ ജില്ലയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.